പാതിവല തട്ടിപ്പ് കേസിൽ മുൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റും സ്പിയാർട്സ് ചെയർപേഴ്സണുമായ ഷീബ സുരേഷിന്റെ വീട് ഇഡി സീൽ ചെയ്തു. കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായി ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, ഇതിൽ കള്ളപ്പണത്തിന്റെ ഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇഡിയുടെ പരിശോധന. അതിൽ ഷീബയുടെ പങ്ക് എന്താണെന്നാണ് വീട് സീൽ ചെയ്യാൻ കാരണമായി ഇഡി പറയുന്നത്. ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതായത് ഈ ഷീബ സ്പിയാർട്സിന്റെ ചെയർപേഴ്സൺ ആണ്, അതോടൊപ്പം കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതുകൂടാതെ NGO കോൺഫെഡറേഷന്റെ ബോർഡ് അംഗം കൂടിയാണ്. ഇവർക്ക് നിലവിലിപ്പോൾ ഇവരുടെ വീട് ഇഡി സീൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. ആനന്ദ് കുമാറുമായും, അതായത് NGO കോൺഫെഡറേഷന്റെ തലവൻ ആനന്ദ് കുമാറുമായും അനന്തു കൃഷ്ണനുമായും ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പണമിടപാടുകളിലും, അതായത് ഇരുവരുടെയും പണമിടപാടുകളിലും ഷീബയ്ക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷീബയുടെ വീട്ടിൽ ഇഡി എത്തിയിരുന്നു. നിലവിൽ പക്ഷേ ഷീബയുള്ളത് വിദേശത്താണ്, മകൾക്കൊപ്പം UK-യിലാണ് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. പക്ഷേ അവർ ഈ സംഭവം നടക്കുന്ന സമയത്താണ് UK-യിലേക്ക് പോകുന്നത്. അതിനുശേഷം തിരികെ എത്തിയിട്ടുമില്ല. പക്ഷേ ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഷീബയുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഷീബ കേസിലെ പ്രതിയല്ല എന്നും തങ്ങളുടെ ഭാഗത്തുനിന്നും ഷീബയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നുമാണ് പോലീസ് പറഞ്ഞത്. പോലീസിന്റെ കേസിൽ പ്രതിയല്ല ഷീബ, പക്ഷേ ഇഡിയുടെ കേസിൽ ഷീബ ഒരു പ്രധാന കക്ഷിയായി മാറുന്നു. ഈ അനന്ത് കുമാറുമായും അനന്തു കൃഷ്ണനുമായും പണമിടപാടിലടക്കം ഷീബയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട്. അതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അനന്തകൃഷ്ണനുമായി അടുത്ത ബന്ധമുള്ള ഷീബയുടെ വീടാണ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ അത്തരത്തിൽ നടപടികളിലേക്ക് ഇഡി കടക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.